അപ്പൊ തുടങ്ങാല്ലേ? ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുവാണെങ്കിൽ രേണു സുധി എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ? പഠിക്കുന്ന ചോദ്യം വന്നല്ലോ ഇത്. വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ ഇല്ലെന്നൊന്നും ആരും പറയണ. അതിന് അണ്ണാച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ല. ചേച്ചി സ്വന്തമായിട്ട് പറയല്ലേ ഓരോ കാര്യങ്ങള്. ഇല്ലെന്നൊന്നും ആരും പറയണ. ആര് പറഞ്ഞു? ഇനിയിപ്പൊ നാളെ വേറൊരാളുടെ ഭാര്യ ആയാൽ അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത് ആകോ ഇല്ലെന്നെ ആയാൽ ഈ ശരീരത്തിനോടും പ്രേമോ ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റും. അവസാനം കൊട്ടയിലുള്ളതുമില്ല ഒറ്റാലി കിടന്നും പോയി എന്ന് പറഞ്ഞോലാവും. അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ പെണ്ണിനെ കാണാൻ തട്ടത്തിനുള്ള അപരാധം കാണാം. അതായത് എന്റെ കാര്യത്തിൽ വേറൊരാള് താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ആ പേര് മാറ്റും. നീ എന്തെങ്കിലും പോയി ചെയ്യണം. തന്റെ കാക്ക ആരാന്നുള്ളത് റിവീൽ ചെയ്യാനായിട്ട് പോകും. നീ പോയി കാക്കയോ പരുന്തിനെയോ പക്ഷിയോ ആരെ വേണേലും കല്യാണം കഴിച്ചോ, നമുക്കൊന്നുമില്ല. പക്ഷെ സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ പിഴിഞ്ഞ് 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 അതിന്റെ ചണ്ടി എടുത്ത് വെളിയിൽ കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. നീയിപ്പം രേണു സുധി മാറ്റാം, രേണു കാക്ക, നിനക്ക് ആരെ വേണേലും ആക്കാം. പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണ്ടേ? നക്ഷത്ര, നീ പോയി പറഞ്ഞ നക്ഷത്രമുണ്ട്, നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്പ്രേ ഉണ്ടാക്കി കൊടുക്കാൻ വന്നേക്കും. വല്ല കാര്യമുണ്ടോ? ഇനി ആ സ്പ്രേ എടുത്ത് ഏതെങ്കിലും തോട്ടിക്കളയും. കാരണം എന്താണെന്നറിയോ? സ്പ്രേക്ക് ഭയങ്കര നാറ്റവാ. ഞാൻ പറഞ്ഞല്ല, പുള്ളിക്കാരി പറഞ്ഞ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. കഷ്ടം. കൊല്ലം ശുചിയുടെ സ്പ്രേ പോയ ഭർത്താവിനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് വിൽക്കുന്നത് ശരിയാണോ? 100% ഞാൻ യോജിക്കുന്നു. അതെങ്ങനെയാണ് കല്യാണം കഴിച്ചാൽ സുധിച്ചേണ്ട ഓർമ്മ നഷ്ടമാകുന്നത്? പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി പോയി. മുസ്ലിം യുവാവാണെന്നാണ് സംസാരം. മുസ്ലിം യുവാവാണെന്ന് സംസാരം ആര് സംസാരിക്കുന്നു? നീ എന്തോ ദൂരദർശനം അത് പറഞ്ഞായിരുന്നു. രേണു സുധിയുടെ കല്യാണം വന്നിരിക്കുകയാണ്. സ്ത്രീപീഡനൊന്നും ആവില്ലല്ലോ. സോറി പറഞ്ഞേക്കല്ലേ. ഫ്ലാഷ് ബാക്ക്. സുധിച്ചേണ്ട മണമാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് എനിക്ക് പറ്റിയ 2 അബദ്ധങ്ങള് തന്നപ്പോ ഇതുപോലെ വെച്ചാൽ സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ഏജന്റ് റിവേഴ്സ് നമുക്ക് അത് കഴിഞ്ഞ പിന്നെ രേണു സുധി എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ രേണു സുധി ഏജന്റ് റിവേഴ്സ്. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ കോലത്തെ അടിച്ചുകളിക്കാരിയാ. പറയാൻ പറ്റും. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിട്ട് സ്വന്തം അച്ഛനെ വരെ 5,000 രൂപയ്ക്ക് വിൽക്കുന്ന പറ്റാ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു.